ഹലോ, ഗുഡ് മോർണിംഗ് ബഡീസ്. ഇത് ഞങ്ങളൊരു ഫിഷിങ്ങിന് വേണ്ടി പോകണതാണ്. കാലത്ത് സമയം 6:30. കുഞ്ഞുൻ്റെ അംഗൻവാടിയിലെ ടീച്ചർ കുഞ്ഞിന് ഫിഷിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമുണ്ട്, മീനെ കാണാനൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് അവിടെ അവരുടെ കെട്ടിൻ്റെ അടുത്ത് ഇന്ന് മീൻ പിടിക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാനായിട്ട് ചെല്ലാൻ പറ്റും. അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടി കാലത്ത് ഞങ്ങൾ ഇറങ്ങിയത്. കുഞ്ഞു റെഡി ആയിരിപ്പുണ്ട് രാവിലെ തന്നെ. അപ്പോൾ ഞങ്ങളൊന്ന് പോയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാനാണ് പരിപാടി. നമ്മളിപ്പോൾ കാണുന്നത് കെട്ടാണ്ടോ, മീൻ വളർത്തുന്ന കെട്ടുകളാണ്. അപ്പോൾ റോഡിൻ്റെ 2 സൈഡിലുമായിട്ട് വളർത്തുന്ന സ്ഥലങ്ങളാണ്. ഇതിപ്പോൾ മീൻ വളർത്തിയതിന് ശേഷം ഇതിൻ്റെ മുതലാളിമാർ അതെല്ലാം പിടിച്ച് അതിൻ്റെ വ്യാവസായിക അടിസ്ഥാനത്തിൽ പിടിച്ച് കഴിഞ്ഞതിന് ശേഷം കെട്ടൊഴിവാക്കി എന്നാണ് ഇവിടെ പറയുന്നത്. അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതാണ്. കെട്ടൊഴിവാക്കുക അല്ലെങ്കിൽ കെട്ട് കലക്കുക എന്നാണ് ഇനി പറയുന്നത്. അതിന് ശേഷം വരുന്ന സമയങ്ങളാണ്. നോർമലി ഏപ്രിൽ 14-15 തീയതികളിലാണ് ഇങ്ങനത്തെ ഒരു സംഭവം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാട്ടുകാരായിട്ടുള്ള ആളുകൾക്ക് കെട്ടുകളിൽ നിന്നും മീൻ യഥേഷ്ടം പിടിക്കാൻ പറ്റും. മീൻ മാക്സിമം അവർ പിടിച്ചിട്ടുണ്ടാവും, എന്നാലും കുറച്ച് മീനുകളൊക്കെ ബാലൻസ് ഉണ്ടാവും. അപ്പോൾ അത് നാട്ടുകാർക്ക് പിടിച്ചെടുക്കാൻ പറ്റും. അതാണ് നാട്ടു രീതിയിൽ നടന്നു വരുന്ന ഒരു സമ്പ്രദായമാണ്. അപ്പം അങ്ങനെയുള്ളൊരു കെട്ടുകളാണിത്. കെട്ടുകളിൽ വന്നിട്ട് ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. അപ്പോൾ കുഞ്ഞുവിൻ്റെ സീന മിസ്സിൻ്റെ മകൻ മിഥുനാണത്. അപ്പോൾ മിഥുൻ അടുത്തായിട്ട് ഒരു പുതിയ വല റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വീശി നോക്കാമെന്ന് വിചാരിച്ച് മീൻ കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയാണ് വന്നത്. ഞങ്ങൾ ഒരുപാട് വീശി നോക്കിയെങ്കിലും ആ കെട്ടിലധികം മീനുകളൊന്നും ഉണ്ടായിരുന്നില്ല. മറ്റു അപ്പുറത്തെ കെട്ടിലുണ്ട്. അത് പിന്നീട് ഞങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്ത് സെക്കൻഡ് പാർട്ടായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കെട്ടിൽ ഞങ്ങൾ വീശുമ്പോൾ ചെമ്മീനുകളാണ് കിട്ടിക്കൊണ്ടിരുന്നത്. വലിയ ചെമ്മീനുകളുണ്ട്. നാരൻ ചെമ്മീൻ എന്ന് പറയുന്ന ഗണത്തിൽ വരുന്ന ചെമ്മീനുകളാണ്. നല്ല വിലയുള്ള ചെമ്മീനുകളാണ്. കൗണ്ടിന് 450 രൂപ കിലോന് വരുന്ന ചെമ്മീൻ. അങ്ങനെ വലിയ ടൈപ്പിലുള്ള ചെമ്മീനും ഒരുപാട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ചെമ്മീൻ ആണ് കിട്ടിയത്. അങ്ങനെ ഒരുപാടെന്ന് പറയാനായിട്ട് വലിയൊരു ക്വാണ്ടിറ്റി അല്ല, ഒരു ഏകദേശം 1 കിലോ അടുത്ത് എല്ലാം കൂടി കഴിഞ്ഞപ്പോൾ ചെമ്മീൻ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം കുറച്ച് ചെറിയ ചെറിയ മീനുകളൊക്കെ കിട്ടി. മീനുകളെല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു 3-4 കിലോയോളം ഉണ്ടായിരുന്നു. അത് ഞാൻ കാണിക്കാട്ടോ വീഡിയോൻ്റെ അവസാനം. അപ്പോൾ ഞങ്ങളെല്ലായിടത്തും മീനൊക്കെ നോക്കി. അപ്പോൾ ഞാനപ്പോൾ മിഥുനോട് പറഞ്ഞു എനിക്കും ഒന്ന് കെട്ടിലൊന്ന് ഇറങ്ങണം. ഞാൻ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം ആഴമുണ്ടെന്നൊക്കെ പേടിയുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു ചില സ്ഥലങ്ങളിൽ തൂമ്പെന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അതായത് വെള്ളം കയറ്റലും ഇറങ്ങലും ഉള്ള സ്ഥലം. അവിടെ ആ ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ താഴം ഉണ്ടാവുക, താഴ്ന്നിരിക്കുക, അതായത് ആഴം ഉണ്ടാവുക. അപ്പോൾ ആ ഭാഗങ്ങളിൽ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. അല്ലാത്ത ഭാഗങ്ങളിൽ അപ്പോൾ പുള്ളി ഇതിന് എന്നെ കൂട്ടിക്കൊണ്ട് പോവുകയും ഞാനത് അതിലേക്ക് ഇറങ്ങുകയും ചെയ്തു. താഴെ സത്യം പറഞ്ഞാൽ ചെളിയാണ്, ചെളി കുറഞ്ഞ ഭാഗത്താണ് ഞങ്ങൾ ഇറങ്ങിയത്. വല വീശുമ്പോഴൊക്കെ ഇങ്ങനെ ചെമ്മീൻ കിട്ടുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ചെറിയ 1, 2, 3 ആയിട്ടൊക്കെ ചിലത് വലുതായിരിക്കും. പിന്നെ തീരെ പൊടി ഒരുപാട് തെള്ളിച്ചെമ്മീൻ എന്ന് പറഞ്ഞ ചെമ്മീൻ ഉണ്ടായിരുന്നു. അത് നമ്മൾ എടുക്കുന്നില്ല. അത് മാക്സിമം എടുക്കുമ്പോൾ ഇങ്ങോട്ട് കിട്ടുന്നതൊക്കെ അങ്ങോട്ട് എടുത്ത് അങ്ങോട്ട് ഇടാറാണ് പതിവ്. ചിലതൊക്കെ പക്ഷികളൊക്കെ വന്ന് കൊത്തിക്കൊണ്ട് പോകുന്നതുകൊണ്ട് അത് എടുക്കുന്നില്ല. ഒരുവിധം വലുതായിട്ടുള്ള ചെമ്മീനുകളാണ് പെറുക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ മിഥുനോട് പറഞ്ഞത് എനിക്ക് ഇതൊന്ന് വല ഇങ്ങനെ വീശുന്ന രീതിയിലൊന്ന് വീശാനായിട്ട് താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ബേസിൽ മിഥുൻ അത് പറഞ്ഞു തരികയായിരുന്നു. 2 വിരലുകൾക്കിടയിലായിട്ട് അതിങ്ങനെ ജോയിൻ ചെയ്ത് വെക്കുന്നത് കറക്റ്റായിട്ട് അത് മെടഞ്ഞ് മേലെ വല എടുക്കുന്ന ഒരു മെടഞ്ഞലും. ഇത് ശരിക്കും പറഞ്ഞാൽ വല നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഒരു വല ഇങ്ങനെ പിടിക്കുന്നത്. ഇതൊരു ചെറിയ വലയാണെന്നാണ് മിഥുൻ പറഞ്ഞത്. അത് 6 മീറ്റർ അങ്ങനെ എന്തോ ഉള്ള വലയാണ്. പക്ഷേ ഇതിലും വലിയ വലകളാണ് പലരും ഉപയോഗിക്കുന്നത്. അത് ഈ ഒരു വല തന്നെ ഞാൻ എടുത്തൊന്ന് പൊക്കി നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അതിൻ്റെ താഴെ 3 കിലോയോളം വരുന്ന ഇരുമ്പ് തണ്ടുകളാണ് ഇങ്ങനെ താഴെ ഘടിപ്പിച്ചേക്കുന്നത്. അപ്പോൾ ഇത് ചെറിയ വലയായിട്ട് തന്നെ. അപ്പോൾ ഇതിൽ നിന്നും വലിയൊരു വലകളെന്ന് പറയുമ്പോൾ ഇത്രയും ഭാരമുള്ള സാധനം നമ്മൾ ഇങ്ങനെ വിരിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഭാഗം നമ്മളെ ഒരു സൈഡിലെ തോളിലേക്കും ഒരു ഭാഗം കയ്യിലും ഒരു ഭാഗം നടുപ്പായിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ തോളിൽ ഇങ്ങനെ എടുത്ത് വെക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല വെയിറ്റ് തോന്നും ശരിക്കും.
ഇതാണ് നമ്മൾ കറക്കി എറിയുന്നത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനത് കറക്കി ഇതുവരെ ഇങ്ങനെ പരിചയമില്ലാത്തതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം ഞാനിത് ചെയ്തപ്പോൾ തന്നെ നല്ലൊരു എഫേർട്ട് എടുക്കേണ്ടി വന്നു. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ആളുകളുടെ ആ എഫേർട്ടും അത്രയും ആരോഗ്യം വേണം എന്നുള്ളതാണ്. അത് നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ. എന്തായാലും അതൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ പുള്ളി സംസാരിച്ചു. വേറെ എൻ്റെ കൺസേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലം മോശമായി പോകരുതല്ലോ. ഒരാൾ അത് വാങ്ങിച്ച് വെച്ചു, അയാൾ അത് ഉപയോഗിക്കുമ്പോൾ നമ്മളിത് അറിയാതെ ചെയ്ത്, അപ്പോൾ മാക്സിമം നമ്മളത് നോക്കിയിട്ടാണ് ചെയ്തത്. പക്ഷേ എങ്കിൽ കൂടിയും അത് കറക്റ്റായിട്ടത് വല വിരിഞ്ഞ് വീഴുകയൊന്നും പറ്റിയില്ല. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയെന്നുള്ളൂ. അതുപോലെ വേറൊരു കാര്യം ശ്രദ്ധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊക്കെ അറിയാതെ തന്നെ ഈ പൊട്ടിയ ചില്ല് കഷ്ണങ്ങളോ കുപ്പികളോ ഒക്കെ ഇത്തരത്തിലുള്ള ജലാശയങ്ങളിലേക്ക് ഇടുന്നത് നമ്മൾ ഇടാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഒരുപാട് പേര് ജോലിയെടുത്ത് അവരുടെ ഉപജീവനം നടത്തുന്ന ഒരു മെത്തേഡാണ്. ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഇതിലേക്ക് ഇറങ്ങിയിട്ടാണ് പലരും ഇത് ഈ വല വീശുന്നതും അതിലൂടെ മീനിനെ പിടിക്കുകയും അത്തരത്തിൽ. അപ്പോൾ നമ്മൾ പൊട്ടിയ കുപ്പികളോ അല്ലെങ്കിൽ വേറെ ചില്ല് കഷ്ണങ്ങളോ അല്ലെങ്കിൽ ഈവൻ പ്ലാസ്റ്റിക് കുപ്പിയാണെങ്കിൽ പോലും ഇത്തരത്തിൽ ഇവിടെ കൊണ്ടുവന്ന് ഇടുകയാണെങ്കിൽ അവർക്ക് അറിയാതെ അവർ ചവിട്ടുമ്പോൾ അവരുടെ കാലിലുണ്ടാകുന്ന മുറിവുകൾ ഇതൊക്കെ വളരെ ഒരു ബുദ്ധിമുട്ടുള്ള കേസാണ്. അപ്പോൾ അത് നമ്മൾ മനഃപൂർവ്വം ഒരിക്കലും അതങ്ങനെ ചെയ്യാൻ പാടില്ലാത്തൊരു കേസാണ്. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ അത്തരത്തിലുള്ള മാലിന്യങ്ങളൊന്നും പ്രത്യേകിച്ച് ചില്ല് കുപ്പികളൊന്നും വലിച്ചെറിയാതിരിക്കുക. നമ്മൾ ഇടുന്ന ഓരോ ചില്ല് കുപ്പികളായാലും പിന്നീട് അവിടെ വന്ന് കിടക്കുകയും വല്ല കല്ല് കൊണ്ട് പൊട്ടുകയും ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ബുദ്ധിമുട്ടുകൾ, അവരുടെ ഉപജീവനത്തിന് വേണ്ടി അവർ വരുന്നതാണ്. അപ്പോൾ അതിലൂടെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അതിലുപരിയായിട്ട് നമ്മളുടെ പരിസരം നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ട്. കുഞ്ഞു ഇതൊക്കെ കണ്ടിട്ട് വളരെ ഹാപ്പി ആയിരുന്നു. പുള്ളി ആദ്യമായിട്ടാണ്, ഞങ്ങളും ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് ഇത്രയും വളരെ ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ആൾ ഞങ്ങളുടെ കൂടെ തന്നെ പുറകെ നടന്നു. അവസാനം വെള്ളത്തിൽ ഇറങ്ങണമെന്ന് പറഞ്ഞു. അപ്പോൾ മിഥുൻ ആളെയും വെള്ളത്തിൽ ഇറക്കുന്നതാണ്. അപ്പോൾ ആ ടൈമിൽ ഞാനും വൈഫും കൂടി വെള്ളത്തിൽ ഇറങ്ങിയായിരുന്നു. ശരിക്കും ഇത് കാലിൽ കുത്തുമ്പോൾ നല്ലൊരു ചെറിയ ചെളി തന്നെയാണ്. നമ്മളിപ്പോൾ ചെളി വളരെ കുറഞ്ഞ ഒരു സ്ഥലത്താണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ വെള്ളത്തിനടിയിൽ ചെളിയിൽ ധാരാളം ഇതുപോലെ ഉള്ള മീനുകളും പിന്നെ ചെമ്മീനുകളൊക്കെ ഇരിപ്പുണ്ടാവും. അവരുടെ വാസസ്ഥലം അതായിരിക്കണം. അപ്പോൾ ഞാൻ ചവിട്ടുമ്പോൾ എൻ്റെ കാലിലൊക്കെ വന്നിങ്ങനെ ചെമ്മീൻ തട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കൈകൊണ്ട് പിടിക്കാൻ ശ്രമിക്കുന്നതാണ് കാണുന്നത്. ഇതേ മെത്തേഡ് തന്നെ ഒരുപാട് പേര് ഈ രീതിയിൽ തന്നെ ചെമ്മീൻ കൈകൊണ്ട് ചെളിയിൽ നിന്ന് എടുക്കുന്നതും അതുപോലെ മീനായാലും കൈകൊണ്ട് എടുക്കുന്ന മെത്തേഡുകളും ഇവിടെ ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഒരുപാട് പേര് തൊട്ടടുത്തുള്ള കെട്ടുകളിലൊക്കെ ഇതുപോലെ തന്നെ കുടത്തിലൊക്കെ ആയിട്ട് കൈകൊണ്ട് അത് ചെമ്മീൻ മാത്രമല്ല മീനുകളും ചെളിയിൽ നിന്ന് എടുക്കുന്നുണ്ടായിരുന്നു. കുറേ നേരത്തെ ശ്രമത്തിന് ശേഷം എനിക്കൊരു ചെറിയൊരു ചെമ്മീനെ കിട്ടിയിട്ടുണ്ട്. ഈവൻ നമുക്ക് പരിചയമില്ലാത്തതുകൊണ്ടായിരിക്കാം കയ്യിൽ കൊണ്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ വെള്ളത്തിനടിയിൽ വെച്ച് അത് പോകും. അതിനുശേഷം ഒരു വലിയ ചെമ്മീൻ എനിക്ക് കിട്ടി. അത് നാരൻ ചെമ്മീൻ തന്നെയാണ്. അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ളതാണ്. കുഞ്ഞു വളരെ സന്തോഷമായിട്ട് വെള്ളത്തിൽ കളിക്കുന്നുണ്ട് കേട്ടോ.
ഇത്രയുമാണ് നമുക്ക് ചെമ്മീൻ ഇവിടെ നിന്ന് കിട്ടിയത്. ഇത് ആദ്യത്തെ ഒരു സെക്ഷനാണ്, കാരണം ഇതൊരു ചെറിയ കെട്ടാണ്. അതിനുശേഷം നമ്മൾ അടുത്ത ഒരു കെട്ടിലേക്ക് പോവുകയും അവിടെ നിന്ന് കുറച്ച് മീനുകളും അതുപോലെ തന്നെ ചെമ്മീനുകളും വീണ്ടും കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു പ്രാവശ്യം വീശിയപ്പോൾ കുറച്ച് ചെറിയ മീനുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതിലും കൂടുതൽ മീനുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഈ വീഡിയോ ഞാനിവിടെ താങ്ക്സ് ഫോർ വാച്ചിങ്.